നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സ് എയർലൈൻസിന്റെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിച്ച് ആളുകളെ പറ്റിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. പലതരം ആകർഷകമായ ഓഫറുകൾ നൽകിയാണ് ഇവർ ആളുകളെ വലയിലാക്കുന്നത്. ഇപ്പോഴിതാ അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശം വ്യാജമാണെന്ന് വ്യക്തമാക്കി എമിറേറ്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവരിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനമായി വിദേശ രാജ്യങ്ങളിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നാണ് പ്രചരിക്കുന്ന സന്ദേശം. ഇത് വ്യാജമാണെന്നാണ് എമിറേറ്റ്സ് എയർലൈൻ വ്യക്തമാക്കിയത്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നാണ് വ്യാജ പോസ്റ്റിൽ പറയുന്നത്. വിജയികൾക്ക് അവധിക്കാലത്ത് യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ 2 റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾ നേടാമെന്നും ഇതിൽ പറയുന്നു. എന്നാൽ അവധിക്കാല സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ശരിയല്ലെന്നും എല്ലാ വിവരങ്ങളും തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ വഴി മാത്രമേ നൽകാറുള്ളൂവെന്നും എമിറേറ്റ്സ് എയർലൈൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂണിലും സമാനമായ തട്ടിപ്പ് എമിറേറ്റിന്റെ പേരിൽ നടന്നിരുന്നു. മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് 10,000 ദിർഹം സമ്മാനം നൽകുമെന്നായിരുന്നു വ്യാജ പ്രചാരണം. അതേസമയം എമിറേറ്റ്സ് എയർലൈൻ വിവിധ തസ്തികകളിലേക്ക് ഈ വർഷം 10,000 പേർക്ക് നിയമനം നൽകുന്നു. നിയമനത്തിന് മുന്നോടിയായി വിവിധ ലോക നഗരങ്ങളിൽ എമിറേറ്റ്സ് എയർലൈൻ ക്യാമ്പയിൻ നടത്തിയതായി ഓപ്പറേഷൻ മേധാവി ആദിൽ അൽരിദ അറിയിച്ചു. മാർച്ചിന് മുൻപ് തന്നെ പുതിയ നിയമന നടപടികൾ പൂർത്തീകരിക്കും. വിമാനത്തിനുള്ളിലെ സേവനങ്ങൾക്ക് മാത്രം 5,000 ജീവനക്കാരെ ആവശ്യമുണ്ട്. കൂടാതെ IT അടക്കം വിവിധ മേഖലകളിൽ പുതിയ നിയമനമുണ്ടാകും. കഴിഞ്ഞ മെയിൽ ഓസ്ട്രേലിയ, അൾജീരിയ, തുനീഷ്യ, ബഹ്റൈൻ, ലബനൻ, ഈജിപ്ത് എന്നിവയ്ക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. 6 വൻകരകളിലെ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് 160 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് നിയമിക്കുന്നത്. നികുതി രഹിത വേതനവും മികച്ച താമസവും മറ്റു തൊഴിലാനുകൂല്യവും ജീവനക്കാർക്ക് നൽകും. നിലവിൽ 85,219 ഉദ്യോഗസ്ഥർ എമിറേറ്റിന് കീഴിലുണ്ട്. ബുക്കിംഗ് തിരക്കുമൂലം ലോകത്തിന്റെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ്. സർവീസുകൾ വിപുലപ്പെടുത്തിയാണ് ഇത് മറികടക്കാൻ ശ്രമിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ 129 വിമാനത്താവളങ്ങളിലേക്ക് എമിറേറ്റ്സ് സർവീസ് നടത്തുന്നു. 20 വിമാനങ്ങൾ കൂടി പുതിയതായി ഇറക്കുമെന്ന് ആദിൽ അൽരിദ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.